ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കാൻ വന്ന നല്ലൊരു ഓർക്കാപ്പുളി പുളിയിഞ്ചി ഉണ്ടാക്കുകയാണ്. ഓർക്കാപ്പുളി എന്ന് പറഞ്ഞാൽ ഇരുമ്പാമ്പുളി എന്ന് പറയുങ്ങളൊക്കെ എന്തൊക്കെ പറയുങ്ങൾ നാട്ടിൽ ചെയ്യുന്ന കമൻറ്റ് ഇടണം കേട്ടല്ലേ. അപ്പം നമ്മൾ ഏതായാലും കുറേ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒഴിവുണ്ടായിട്ടില്ല. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്ക് നമ്മൾ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു. ഏതായാലും ഓർക്കാപ്പുളിയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഉലുവയും കടുവും പൊടിച്ച് ഇട്ടിട്ടാണ്ടല്ലേ ഉണ്ടാക്കണം. ഏതായാലും വറുത്ത് പൊടിക്കുകയാണ്. വറുത്ത് പൊടിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് കരുതാൻ. ഏതായാലും ഓർക്കാപ്പുളി കിട്ടിയേക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ചാനൽ. ഇതിലേക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൂട്ടുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, അതേപോലെ തന്നെ ശർക്കര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മറ്റേ ഉലുവയും കടുവും പൊടിച്ചത്. നമുക്ക് ഇനി ഇതിന് കുക്കർക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഒന്ന് നല്ല പൊളിച്ചിട്ടാണ് ഇട്ടേക്കണം. നന്നായിട്ട് പൊളിച്ചിരിക്കുകയാണ്. കുക്കറിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കരയും കൂടി അതിൻ്റെ പിന്നെ ഒന്നിച്ച് വെന്തോളും. നല്ല വേറെ പിന്നെ പാനി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കർ അടച്ച് വെച്ചിട്ട് 2-3 വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നന്നായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇളക്കിയതായാലും അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നല്ലോണം കുത്തി ഉടച്ചെടുക്കാം. അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുക ഇങ്ങനെ കമൻറ്റ് ഇടണട്ടിൽ. നുറുക്കിയിട്ട് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ശരിക്കൊരു ഈത്തപ്പഴം കൊണ്ട് ഒരു പുളിയിഞ്ചി ഉണ്ടാക്കിയ മാതിരിയൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് നോക്കുമ്പോൾ ശരിക്കും ഈത്തപ്പഴം തോന്നും കണ്ട. അത് നല്ല അരിഞ്ഞിട്ടുണ്ട്. വെറും വെള്ളം നമ്മൾ കഴുകിയിട്ടത് അതിൽ ഉള്ള വെള്ളമാണ്. അല്ല വെള്ളം ചേർത്തിട്ടൊന്നുമില്ല. ശർക്കരയും ഓർക്കപ്പൊടി ഇട്ട ആ വെള്ളമാണത്. വെള്ളം വന്ന് അതിലുണ്ടായ വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു സ്റ്റവ് ഒന്ന് കത്തിച്ച് നമുക്ക് ഒരു ചട്ടി വെക്കാം. ചട്ടി വെച്ച് നമുക്ക് കുറച്ച് ഓയിൽ അതിലൊഴിച്ച് കൊടുക്കാം. ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട്
പച്ചമുളക് മാറോളം വഴറ്റിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചോത്ത് വന്നാൽ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, എല്ലാവരും കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പുളിയിഞ്ചി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഊർക്കാപ്പുളി ഇട്ട്. ഊർക്കാപ്പുളി എന്ന് പറയും, ഇരുമ്പാമ്പുളി എന്ന് പറയും, എന്താണ് നിങ്ങളൊക്കെ പറയുന്നത് കമൻറ്റ് ഇടണം. പുളിയിഞ്ചി സാധാ പുളിയിട്ടൊക്കെ ഉണ്ടാക്കലുണ്ട്, ഇതോട്ട് ആദ്യമായിട്ടാണ്. ഇനി ഏതായാലും നമ്മൾ ഉപ്പിട്ട് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം നല്ല ഇളക്കി കൊടുക്കണം. നല്ല ചുവത്ത കളറ് വരുമ്പോൾ നമുക്ക് അതിൽ ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ടെടുത്ത് കൊണ്ടില്ല, ഇനി മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തുവെച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉലുവ, കടുക് ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായപ്പൊടി കൂടുതലാവാൻ പറ്റില്ല, കായപ്പൊടി കുറച്ച് ഇടാൻ പറ്റുക, കുറച്ചിട്ട് കൊടുക്കണ്ടേ. നന്നായിട്ടൊന്ന് ഇതേമാതിരി ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി ചൂടാവുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഊർക്കപ്പുളി, ശർക്കരപ്പാനിയും കൂടെ അത് അതിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി ഏതായാലും അതൊന്ന് വറ്റുന്നവരെ ഇളക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ പുളിയിഞ്ചി ഉണ്ടാക്കൽ വെച്ചെങ്കിൽ ഇതിലെന്തെങ്കിലും കൂട്ടാണ്ട് വെച്ചെങ്കിൽ അത് പറഞ്ഞു തരണം. അതേമാതിരി തന്നെ എന്തെങ്കിലും കുറക്കാനാണ് ചെയ്തും പറഞ്ഞു തരണം. ഓക്കെ, നല്ല വറ്റി എല്ലാം മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ മക്കളൊക്കെ മണ്ടി വന്നിട്ടുണ്ട്, അതൊക്കെ പാകമാക്കി ആയിക്കോണം നോക്കുന്നുണ്ട്, ടേസ്റ്റൊക്കെ നോക്കാൻ ചോദിക്കണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.